ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ രേവതിയും സച്ചിയും കൂടി ശരത്തിൻ്റെ കോളേജിൽ വരികയാണ് പ്രിൻസിപ്പലിനെ കണ്ട് സംസാരിക്കാനായിട്ട്. പക്ഷേ പ്രിൻസിപ്പൾ വളരെ ധൃതിയിൽ മറ്റെങ്ങോട്ടോ പോകാനായിട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് അറ്റൻഡറിൽ നിന്ന് പ്രിൻസിപ്പളിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ സച്ചി മനസ്സിലാക്കുന്നു. പ്രിൻസിപ്പളിന് ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ. മോളെ ഭാവിയെക്കുറിച്ച് പുള്ളിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പക്ഷേ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് ഒരു മുഴുനീള മദ്യപാനിയായിരുന്നു ആ കുട്ടി വിവാഹം കഴിച്ചത്. അവൻ എന്നും ആ കുട്ടി അങ്ങ് അടിക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യും. വിവാഹം കഴിഞ്ഞ് 3-ാമത്തെ മാസം വീട്ടിൽ വന്നത് ആ ബന്ധം ഉപേക്ഷിച്ചു. അതിനുശേഷം പുള്ളിക്ക് കൂടിയന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. അതിനുശേഷം ആ കുട്ടി ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുന്ന രേവതിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാകുന്നു. അതിനുശേഷം പുള്ളി ഇത്രയും റിബലായിട്ട് ആൾക്കാരോട് പെരുമാറുന്നതെന്നൊക്കെ അവരോട് പറയുന്നു. അതിനുശേഷം അപ്പോൾ ഇനി എന്നെ അനിയന് എക്സാം എഴുതാൻ പറ്റത്തില്ലെന്ന് നോക്കിയും പറയും. അറ്റൻഡൻസ് ഇല്ലാത്ത കാരണം പാടായിരിക്കും, സാറൊരു തീരുമാനം എടുത്ത് അതിന് മാറ്റമൊന്നുമില്ലെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സച്ചി ഒരു മദ്യക്കുപ്പിയായിരുന്നു വീട്ടിലോട്ട് വരുന്നത്. ആ സമയത്ത് രേവതി പറയും, സച്ചിയേട്ടാ ഇത്രയും വയ്യെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ സച്ചി കയ്യിലിരിക്കുന്ന മദ്യക്കുപ്പി രേവതിയെ കാണിക്കുന്നു. ഇതെന്താ നിങ്ങൾ മദ്യക്കുപ്പിയായിട്ട് മുമ്പ് വീട്ടിലോട്ട് കുടിച്ചിട്ട് വരുന്ന പതിവേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം മദ്യം കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് കുടിക്കുന്നു. ഇപ്പം ഞാൻ അച്ഛനെ വിളിച്ച് പറയുന്നത്, എൻ്റെ രേവതി ഇത് എനിക്ക് കുടിക്കാനുള്ളതല്ല, നമ്മുടെ ശരത്തിന് എക്സാം എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം ആ അറ്റൻഡർ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് ഓർമ്മയില്ലേ? പുള്ളിയുടെ മകളെ വിവാഹം കഴിച്ചത് ഒരു മദ്യപാനിയായിരുന്നെന്നും മദ്യപാനം കൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. അപ്പം ഇത് വെച്ച് നമുക്ക് ആ പ്രിൻസിപ്പളിനെ കയ്യിലെടുക്കാൻ പറ്റും. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ അവർ രണ്ടുപേരും ചെയ്തൊരു പ്ലാൻ തയ്യാറാക്കും. അതേ കണക്ക് ചെയ്താൽ മതിയെന്ന് പറയും. അപ്പോൾ ഈ നാടകം ഒന്നും ശരത്തിൻ്റെ അടുത്ത് പറയില്ലെന്ന് പറയും. അതെന്താ പറഞ്ഞാൽ അതിൻ്റെ ആക്ടിങ്ങിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ സംഭവം നടക്കുമ്പോൾ നീ ശരത്തിനെ വിളിക്കണം, അവൻ വന്ന് അവളെ എങ്ങനെ പെരുമാറുന്നു അതേ കണക്കിരിക്കും എന്ന് പറയും. അങ്ങനെ ഇവരെല്ലാം പ്ലാൻ ചെയ്തിട്ട് രാവിലെ അവിടെ ചെല്ലാമെന്നൊക്കെ രീതിയിൽ ഇങ്ങനെ പ്രിൻസിപ്പളിൻ്റെ വീട്ടിൻ്റെ വാതിൽ വെച്ച് നമുക്കൊരു സീൻ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ പറയും. അതിന് ഇപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സുധിയുടെ ഷോറൂമിൽ ആരുമില്ല. സുധി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കച്ചവടം വളരെ കുറവാണ്, ഇപ്പം ബിസിനസ് തീരെ ഡള്ളാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം മുമ്പ് ലോട്ടറി അടിച്ച 12 ലക്ഷം രൂപയുടെ സാധനം പർച്ചേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ, അങ്ങനെ ആ പുള്ളി പിന്നെയും വരും. അപ്പം ഇയാളെ കണ്ടത് സുധിക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങളെന്താ പിന്നെയും വന്നത്? നീ അന്ന് പറഞ്ഞില്ലേ എനിക്കൊരു സാധനം ഇവിടെ തരത്തില്ലെന്ന്, നീ എന്നെ ഇവിടെ നോട്ടിച്ചില്ലേ, എനിക്ക് 5 കോടി ലോട്ടറി അടിച്ചെന്ന് പറയും. അടിച്ചോ? എനിക്ക് ചേട്ടാ സാധനം ഇവിടെ നിന്ന് എടുക്കാം. ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിനക്ക് ചേട്ടനായി. ഇനി നിൻ്റെ കടയിൽ നിന്ന് ഞാൻ ഒരു മുട്ടുസൂചി പോലും മേടിക്കത്തില്ല, നിൻ്റെ കച്ചവടം മുടിഞ്ഞ് ഇല്ലാതായിപ്പോവും. എന്തോടോ പറഞ്ഞത്? രാവിലെ വന്നിരുന്ന് പ്രാവുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്ക് ഞാൻ വേറൊരു കടയിൽ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് അടുത്ത മാസം 5 കോടി ലോട്ടറി അടിക്കും, അപ്പം ഇനിയും പോയി അവിടെ സാധനം എടുക്കുമെന്ന് പറയും. അപ്പോൾ ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്ന സുധി അയാളെ അവിടെ നോട്ടിക്കുകയാണ്. അതിനുശേഷം സുധിയുടെ പാർക്കിലുള്ള ഫ്രണ്ട് വരുമ്പോൾ എന്ത് പറ്റി ബ്രോ? ഒന്നും പറയണ്ട, ബിസിനസ്സൊക്കെ ഡള്ളാണെന്നിങ്ങനെ പറയും. അപ്പോൾ പറയും, എന്താ ഇതൊന്നും മുൻപോട്ടുണ്ടാകാനുള്ള മാർഗ്ഗം? അത് നീ ഒരു കാര്യം ചെയ്ത് നിനക്ക് അറിയാവുന്നൊരു ബിസിനസ് ചെയ്താൽ മതി, ഭിക്ഷ എടുക്കുന്ന കാര്യം പറയും. ബ്രോ കളിയാക്കാന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് പറയും, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, വിദേശത്താണ്, പുള്ളി വർക്ക് ചെയ്യുന്ന കമ്പനിയായിട്ടൊരു ഡീലർഷിപ്പ് ഉണ്ട്, അത് വേണം ഞാൻ നിനക്ക് മേടിച്ച് തരാം. അങ്ങനെയൊക്കെ അവർ ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പ്രിൻസിപ്പൾ കോളേജിൽ പോകാനായിട്ട് പുറത്തോട്ട് വരുന്നു. ആ സമയത്ത് സച്ചിൻ രേവതി അവിടെ ഭയങ്കര പ്രശ്നം നടക്കുവാണ്. സച്ചി കള്ള് കുടിച്ച കണക്ക് കോളയൊക്കെ മദ്യക്കുപ്പിക്കകത്തോട്ട് ഒഴിച്ചുകൊണ്ട് വന്നിട്ട് കുടിച്ച് ഭയങ്കര ഇടിയും ഭയങ്കര സംസാരമൊക്കെ നടത്തുന്നു. അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ കൂടുന്ന കുറച്ച് പേര് മൊബൈലിനകത്തൊക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് പ്രിൻസിപ്പൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് കാണുന്ന എന്തുവാ, ഇവർ തമ്മിൽ കിടന്ന് അടി കൂടുന്നതാണ്. അപ്പോഴത്തേക്ക് എടുത്തിട്ട് അങ്ങ് അടിക്കുകയാണ്. അങ്ങനെ സച്ചിക്ക് കുടിക്കാൻ പൈസ രേവതി കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഇതെല്ലാം പ്രിൻസിപ്പൾ നോക്കുന്നു. പ്രിൻസിപ്പൾ ആദ്യം പോലീസിനെ വിളിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരത്ത് ബൈക്കിനകത്ത് ഇതെന്തായി കാണിക്കുന്നത്, നിങ്ങൾ ഒരു കുഴപ്പമില്ലായിരുന്നില്ല, ഇപ്പം നിങ്ങൾക്ക് എന്തോ പ്രശ്നം, മുമ്പ് വീട്ടിൽ വെച്ചേ ഉള്ളായിരുന്നു പ്രശ്നങ്ങളൊക്കെ, ഇപ്പം നടറോടി നിർത്തി അവമാനിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ ചേച്ചി ഇത് എനിക്കറിയത്തില്ല മോനെ, ഇങ്ങേര് ഒരിക്കലും നന്നാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി ആക്ടിങ് കലക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി ശരത്തിനെ പിടിച്ച് പ്രിൻസിപ്പളിൻ്റെ കാറിൻ്റെ തുടർന്ന് തള്ളി വിടും. അങ്ങനെ ചോദിക്കും പ്രിൻസിപ്പളൊക്കെ, നീ BCom ഫൈനൽ ഇയറിന് പഠിക്കുന്ന ശരത്തല്ലേ? അതേ സാറേ, ഇതെൻ്റെ ചേച്ചിയും അളിയനും. ഇതെന്താ ഇങ്ങനെ? അത് ഇയാളൊരു മദ്യപാനിയാണ് സാറേ, പണ്ടേ കുടിക്കുമായിരുന്നു, മുമ്പ് വീട്ടിലേ ഉള്ളായിരുന്നു പ്രശ്നങ്ങൾ, ഇപ്പം അയാൾ
വീട്ടിൽ നിന്ന് പുറത്ത് നിർത്തി ഇവൻ്റെ ചേച്ചി അവമാനിക്കുവാൻ സാറേ. ഇത് ഈ ചേച്ചി എന്നും എൻ്റെ ചേച്ചി കൊണ്ടുപോയൊരു വലിയ വീട്ടാണെങ്കിലും പണമില്ലാത്ത വീട്ടിലെ പെണ്ണ്, കാശില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും, സ്വർണ്ണമില്ലെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ചേച്ചിയുടെ അമ്മായിയമ്മയെ ആക്ഷേപിക്കും. അതിനു വേണ്ടിയാണ് സാറേ എങ്ങനെയെങ്കിലും ഞാൻ പാർട്ട് ജോലിക്കും കൂടി പോയിട്ട് കുറച്ച് കാശുണ്ടാക്കണമെന്ന് കരുതിയാണ് ഞാൻ ഈ കുറച്ച് നാൾ കോളേജിൽ വരാതിരുന്നത്. അതാണ് എനിക്ക് ഒത്തിരി അറ്റൻഡൻസ് കുറഞ്ഞു പോയത്. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം, എനിക്ക് എക്സാം എഴുതിയെങ്കിൽ മാത്രമേ ഒരു നല്ല ജോലി കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയും. ഞാൻ പാർട്ട് ടൈം ജോലിക്കും കൂടി പോയിട്ടാണ് സാറേ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പളിന് സന്തോഷമാവും. അപ്പോഴേക്കും നമ്മുടെ സച്ചി രേവതി ഇങ്ങനെ നോക്കുവാണ് പ്രിൻസിപ്പൽ ശരത്തിനോട് സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, നിൻ്റെ അവസ്ഥയ്ക്ക് എനിക്ക് മനസ്സിലായി ശരത്തെ, നീ വിഷമിക്കേണ്ട, നിനക്ക് കോളേജിൽ വരാം, നിനക്ക് എക്സാം എഴുതാൻ വേണ്ടിയുള്ള എല്ലാ പേർപ്പസും ഞാൻ ശരിയാക്കി വെക്കാം, നീ വിഷമിക്കേണ്ട, സാഹചര്യമൊക്കെ എനിക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ പറയും. ഉടനെ പ്രിൻസിപ്പൾ ഇപ്പോൾ സച്ചിക്ക് രേവതിക്ക് സന്തോഷമാവും. അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ഇങ്ങോട്ട് അടുത്തോട്ട് വന്നിട്ട്, എടോ യു ഇഡിയറ്റ് എന്നാൽ എനിക്ക് ഇഡലി വേണം, എനിക്ക് പൂരി മസാല മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയെ ആക്കിയും കലക്കുവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ താനൊരു മനുഷ്യനാണോടോ, അതേ സാറേ ഇയാളെ എന്നെ ഇടിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ കുടിക്കുന്നതെന്നൊക്കെ പറയും. എൻ്റെ മോനെ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ, അവനെ എക്സാം എഴുതാൻ അനുവദിക്കണം സാറേ എന്നൊക്കെ പറയും. ശരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ എക്സാം എഴുതാൻ അനുവദിക്കാമെന്നൊക്കെ പറയും. അങ്ങനെ ഇവർക്കൊക്കെ സച്ചിൻ രേവതിയുടെ ആക്ടിങ് ഏറ്റു പ്രിൻസിപ്പൾ എക്സാം എഴുതാൻ സമ്മതിക്കുകയും ചെയ്യും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പോലീസ് വണ്ടി അങ്ങോട്ട് വരുന്നു. ഒരു വനിതാ എസ് ഐ അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മൾ സച്ചിൻ രേവതി ഭയന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ആക്ടിങ് അല്ല, ഒറിജിനാലോ ഇത്, പോലീസൊക്കെ വന്നല്ലോ ഇവരിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. നമ്മളുടെ കഥയിൽ പോലീസ് ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ സച്ചിൻ രേവതിയോട് പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നിടത്താണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം ഇനി സച്ചിയുടെ രേവതിയുടെ ആക്ടിങ് ആണെന്ന് പ്രിൻസിപ്പൾ മനസ്സിലാക്കുമോ, അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.